വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങളിൽ തകർന്ന ഭൂഗർഭ മിസൈൽ താവളങ്ങൾ ഇറാൻ പുനഃസ്ഥാപിക്കുന്നതായി റിപ്പോർട്ട്. നിലവിലെ വെടിനിർത്തൽ സമയം പ്രയോജനപ്പെടുത്തി താവളങ്ങളിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഗൊമൈൻ, തബ്രിസ് എന്നിവിടങ്ങളിലെ മിസൈൽ കേന്ദ്രങ്ങളിൽ വലിയ യന്ത്രസാമഗ്രികളും ട്രക്കുകളും ഉപയോഗിച്ച് മണ്ണും അവശിഷ്ടങ്ങളും ഇറാൻ നീക്കം ചെയ്യുന്നത് ഏപ്രിൽ 10-നെടുത്ത ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആക്രമണങ്ങളിൽ തകർന്നു വീണ ടണൽ കവാടങ്ങൾ തുറന്ന് അകത്തുള്ള മിസൈൽ ലോഞ്ചറുകളിലേക്ക് പ്രവേശനം ഉറപ്പാക്കാനാണ് ഇറാന്റെ ശ്രമം. മിസൈലുകൾ പുറത്തെടുക്കുവാനോ വീണ്ടും ലോഡ് ചെയ്യുവാനോ ഉള്ള തടസ്സങ്ങൾ നീക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും 5 ആഴ്ച നീണ്ടുനിന്ന ആക്രമണങ്ങൾക്കിടയിലും ഇറാന്റെ പക്കലുള്ള പകുതിയോളം മിസൈൽ ലോഞ്ചറുകൾ ഇപ്പോഴും സുരക്ഷിതമാണെന്നാണ് US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തൽ. പർവ്വതങ്ങൾക്കുള്ളിലെ കഠിനമായ പാറകൾ തുരന്നുണ്ടാക്കിയ ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ വലിയ സ്ഫോടനങ്ങളെ അതിജീവിക്കുവാൻ ശേഷിയുള്ളവയാണ്. ഈ കേന്ദ്രങ്ങൾ എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കുവാൻ ഇറാൻ ശ്രമിക്കുന്നത് മേഖലയിൽ വീണ്ടും ആശങ്ക പടർത്തുന്നുണ്ട്. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും സൈനിക ശേഷി വീണ്ടെടുക്കുവാനുള്ള ഇറാന്റെ ഈ നീക്കം വരും ദിവസങ്ങളിൽ സംഘർഷം വീണ്ടും വർദ്ധിക്കാൻ കാരണമായേക്കാം. മിസൈൽ ലോഞ്ചറുകൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നതിലൂടെ ഭാവിയിലെ തിരിച്ചടികൾക്കായി ഇറാൻ തയ്യാറെടുക്കുകയാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്.